വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ്. എൻ്റെ പേര് രനീഷ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് പറയാനാണ്. പക്ഷേ ഈ ഫേസ് പാക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിക്കും, അയ്യോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ അതുപോലെ ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്നറിയോ, ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു നമ്മുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി, നിങ്ങൾ തന്നെ അതിൻ്റെ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് കണ്ട് ശരിക്കും നിങ്ങൾ ഞെട്ടും. അത്രയ്ക്ക് അടിപൊളിയാണ്, അത്രയ്ക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ എന്താണെന്ന് ഞാനിന്ന് പറയാൻ പോകുന്നത്, നമ്മുടെ പഴത്തൊലി ഉണ്ടല്ലോ, പഴത്തൊലി. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഉണ്ടല്ലോ, അപ്പോൾ ആ തൊലിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെപ്പോഴും പഴം എടുത്ത് കഴിച്ചിട്ട് നമ്മൾ ആ തൊലി കളയാണ് ചെയ്യുന്നത്. പക്ഷേ ആ തൊലിയിൽ ഇത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് ശരിക്കും തന്നെ എന്താ പറയുക, ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഇപ്പം നമുക്ക് ആ വീഡിയോ ആദ്യം കണ്ടിട്ട് വരാം. നന്നായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ആ പഴത്തിൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതൊക്കെ ശരിക്കും മുഖത്ത് തന്നെ ഉണ്ട്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ഒരു നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ കുറച്ചധികം നേരം വെക്കാം. അപ്പോൾ അതിന് കുഴപ്പമില്ല. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കാം. 20 മിനിറ്റ് വേണമെങ്കിൽ 20 മിനിറ്റ് വെക്കാം. ഞാൻ അധികം നേരം വെക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്താണ് മുഖം കഴിയിട്ടുന്നുള്ളത്. ഇപ്പം തന്നെ മുഖത്തിനൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടിയില്ലേ, പഴത്തൊലി കൊണ്ടൊക്കെ. ഞാനും ആദ്യം ഇത് ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ പഴത്തൊലി കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെളുക്കില്ലേ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ശരിക്കും അത് ചെയ്തപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എത്രയോ പഴത്തൊലികൾ നമ്മൾ കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പഴത്തൊലി കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് വെറുതെ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, അതൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ ആ പഴത്തൊലി മുഖത്തൊന്ന് വെറുതെ നമ്മൾ റബ്ബ് ചെയ്താൽ മതി. ശരിക്കും നല്ലൊരു എഫക്റ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് പഴത്തൊലിയുടെ ബെനിഫിറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഈ പഴത്തൊലിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി ആൻഡ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യും. കൊളാജിൻ എന്ന് പറയുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കൊളാജിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ സെൽസാണ്, അതിന് ടൈറ്റൻ ചെയ്യുന്നതാണ് ഈ കൊളാജിൻ. അപ്പോൾ നമുക്ക് ഏജ് അനുസരിച്ച് ഇതിൻ്റെ കൊളാജിൻ കുറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ അതങ്ങനെയാണ് നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും സ്കിന്നൊക്കെ സാഗ് ചെയ്യുന്നതൊക്കെ ഈ കൊളാജിൻ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പഴത്തൊലി ഉപയോഗിക്കുമ്പോൾ ഇതിൽ നമ്മുടെ ഫേസിൽ റബ്ബ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് കൊളാജിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദിവസവും ഈ നേന്ത്രപ്പഴത്തിൻ്റെ, അതായത് ബനാനയുടെ പീല് നമ്മൾ തൊലി ഇന്നും നമ്മൾ നമ്മുടെ ഫേസിൽ റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ കുറയും. സ്കിന്ന് വളരെ യൂത്ത്ഫുള്ളായിരിക്കും. ആൻറ്റി ഏജിങ്, അതായത് നമ്മുടെ സ്കിന്നിനെ പ്രീമേച്ചർ ഏജിങ്ങിൽ നിന്ന് പ്രീമേച്ചർ ഏജിങ് അത് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അതുപോലെ പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്തപ്പാടുകളുണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. സ്കിൻ ഇവൻ ടോൺ ആവാൻ സഹായിക്കും. അപ്പം എന്തോരം ബെനിഫിറ്റാണല്ലേ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ പഴത്തൊലി കൊണ്ടൊക്കെ ഇത്രയ്ക്ക് എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള? എത്രയോ പറഞ്ഞില്ല ഞാൻ. ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റനിങ് ആവും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഓവർനൈറ്റും വെക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു നനവുണ്ടായി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആവുക ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അരമണിക്കൂർ വെച്ചിട്ട് നമുക്കത് കഴുകിക്കളഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്രത്തോളം വെക്കുന്നതനുസരിച്ച് നമ്മുടെ ഫേസിൽ അതിന് ഉള്ളൊരു ഗുണം ഉണ്ടായിരിക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമേച്ചർ ഏജിങ് കുറയ്ക്കുന്നതാണ്. പിന്നെ പൊട്ടാസ്യം, അതുപോലെ തന്നെ സിങ്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ഫേസിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം,
അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഫേസ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്ലീൻ ആയിരിക്കും തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് ഞാനിപ്പോൾ ബനാന പീൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എൻ്റെ ഫേസിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, എന്ത് ഞാൻ ചെയ്താലും അത് ഞാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്കും കൂടി ഞാൻ പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, നല്ലൊരു എഫക്റ്റാണ്. അപ്പോൾ ഇനി പഴം എന്താ പറയുക, പഴം കഴിച്ച് കഴിഞ്ഞിട്ട് ആ പഴത്തൊലി കളയാണ്ട് നമ്മളൊന്ന് ഫേസിൽ റബ്ബ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോസ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.